11th എക്കണോമിക്സിലെ ചാപ്റ്റർ 6 റൂറൽ ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ ചാപ്റ്റർ 7 എംപ്ലോയ്മെൻറ്റ്, ഈ രണ്ട് ചാപ്റ്ററിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡൈവേഴ്സിഫിക്കേഷൻ ഇൻ ടു പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് ഹെൽപ്പ് ദ അഗ്രികൾച്ചർ ലേബേഴ്സ് ടു ഷിഫ്റ്റ് ഫ്രം agriculture to other allied activities for sustaining their livelihood. Prepare a seminar for report on this topic. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്? അഗ്രികൾച്ചർ ഒന്നുമില്ല, അതായത് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിൽ നിന്നും എങ്ങനെ ഫാമേഴ്സൊക്കെ എന്ത് ചെയ്യുന്നു, ഷിഫ്റ്റ് ചെയ്യുന്നു അതർ ആലിഡ് ആക്ടിവിറ്റീസ്. എന്തിന്? ഫോർ സസ്റ്റെയിനിങ് ദ ലൈവ്ലിഹുഡ്. അവരുടെ ലൈവ്ലിഹുഡ് സസ്റ്റെയിന് വേണ്ടിയിട്ട് അവർ ഷിഫ്റ്റ് ചെയ്യുന്നു. അതെന്താണ് അതിന് റീസൺ, അതിനെക്കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് രണ്ട് ആസ്പെക്റ്റിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ക്രോപ്പ് പ്രൊഡക്ഷൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ട്. അതെന്താണ്? വർക്ക് ഫോഴ്സ് ഉണ്ട്, അഗ്രികൾച്ചർ ടു അതർ ആലിഡ് ആക്ടിവിറ്റീസ്, നോൺ അഗ്രികൾച്ചർ ഫാമേഴ്സ് അല്ലേ. അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിൽ നിന്നും അഗ്രികൾച്ചർ അതർ ആലിഡ് ആക്ടിവിറ്റീസിലേക്കും അതേപോലെ നോൺ അഗ്രികൾച്ചർ സെക്ടേഴ്സിലേക്കും മാറുകയാണ്. ദെൻ അഗ്രികൾച്ചർ ഈസ് ഓവർ ക്രൗഡഡ്. മേജർ പ്രൊപ്പോർഷൻ ഓഫ് ദ ഇൻക്രീസ് ഇൻ ലേബർ ഫോഴ്സ് നീഡ് ടു ഫൈൻഡ് ആൾട്ടർനേറ്റീവ് എംപ്ലോയ്മെൻറ്റ് അല്ലേ. എന്താണ്? ആൾട്ടർനേറ്റീവ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തണം. എന്താണ്? ഓവർ ക്രൗഡഡ് ആയതുകൊണ്ട് തന്നെ. സോ എന്താണ് ഡൈനാമിക് സബ് സെക്ടേഴ്സ് വരുന്നത്? അഗ്രോ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ്, ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് ആൻഡ് ലെതർ ഇൻഡസ്ട്രി, ടൂറിസം. ഇത്രയും കാര്യങ്ങളാണ് അതർ അഗ്രോ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസ് ഉൾപ്പെടുന്നത്. അപ്പം എന്താണ് ഇമ്മീഡിയറ്റ് റിക്വയർമെൻറ്റ് ഓഫ് ദ ഡൈവേഴ്സിഫിക്കേഷൻ ബിക്കോസ് ദർസ് എ ഗ്രേറ്റർ റിസ്ക് ഇൻ ദ ഡിപ്പെൻഡിങ് എക്സ്ക്ലൂസീവ് എന്ന ഫാമിംഗ്. അപ്പം എന്തുകൊണ്ട് ഡൈവേഴ്സിഫിക്കേഷന് പോകുന്നു എന്ന് പറയുന്നത്, ഈ എക്സ്ക്ലൂസീവ്ലി ഫാമിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും? അതിലൊരു റിസ്ക് ഉണ്ട് അല്ലേ. ആ റിസ്ക് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഡൈവേഴ്സിഫിക്കേഷനിലേക്ക് പോകുന്നത്. പിന്നെ അതർ ഏരിയാസിലേക്ക് എസെൻഷ്യലാണ് എന്താണ്? സപ്ലിമെൻ്ററി ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റും റിയലൈസിങ് ദ ഹയർ എമൗണ്ട് ഓഫ് ഇൻകം റൂറൽ പീപ്പിൾ ടു ഓവർകം ദ പോവർട്ടി ആൻഡ് ട്രിബുലേഷൻസ്. അപ്പം പീപ്പിൾസിന് റൂറൽ പീപ്പിൾസ് എന്താണ്? പോവർട്ടി ഉണ്ട്. അപ്പം അത് മറികടക്കണമെങ്കിൽ എന്താണ്? ഹയർ ഇൻകം വേണം. ഈ ഹയർ ഇൻകം കിട്ടുന്നത് എന്താണ്? ഓൺലി അഗ്രികൾച്ചർ പ്രൊഡക്റ്റിലൂടെ അല്ലെങ്കിൽ അഗ്രികൾച്ചർ സെക്ടേഴ്സിലൂടെ മാത്രം കിട്ടില്ല. അപ്പോൾ അതിന് വേണം ഡൈവേഴ്സിഫിക്കേഷൻ വേണം. അതുകൊണ്ടും എന്താ ഒരു ഷിഫ്റ്റ് വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് എന്ത് വരുന്നത്? ഷിഫ്റ്റിങ്സിലേക്ക് എന്ത് വരുന്നത്? ഈ നോൺ അഗ്രികൾച്ചർ സെക്ടേഴ്സിലേക്കും അതർ അഗ്രികൾച്ചർ ആലിഡ് ആക്ടിവിറ്റീസിലേക്കും ഒരു ഷിഫ്റ്റിംഗ് വരുന്നത്. അത് ഏതൊക്കെയാണ് അതർ സെക്ടേഴ്സ് പറയുന്നത്? ആനിമൽ ഹസ്ബൻഡറി അല്ലേ, മൃഗപരിപാലനം അല്ലേ, കന്നുകാലി വളർത്തൽ, ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്ഷനിലൊക്കെയാണ് ഫസ്റ്റ് വരുന്നത്. അതിൻ്റെ എന്താണ് ഈ അഗ്രികൾച്ചർ ആലിഡ് ആക്ടിവിറ്റീസിലെ ഒന്നാണ് അനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്നത്. then വരുന്നത് ഫിഷറീസ് അല്ലേ. ഫിഷറീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഫിഷറീസ് ഈ അതർ ആലിഡ് സെക്ടേഴ്സിൽ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആണ്. അത് എന്താണ്? ദ വാട്ടർ ബോഡി കൺസിസ്റ്റ് ഓഫ് സീ, ഓഷ്യൻസ്, റിവേഴ്സ്, ലേക്ക്, നാച്ചുറൽ അക്വാറ്റിക് പോണ്ട്. ഇതിലൊക്കെ എന്ത് കിട്ടുന്നുണ്ട്? ഫിഷിംഗ് കമ്മ്യൂണിറ്റീസിന് അവർക്ക് എന്താണ്? ഫിഷിങ്ങിൻ്റെ സോഴ്സ് ആയിട്ട് മാറുകയാണ് അല്ലേ. ദെൻ ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ട്യൂബർ ക്രോപ്സ്, ഫ്ലവേഴ്സ്, മെഡിസിനൽ അരോമാറ്റിക് പ്ലാന്റ്സ്, ഇത്രയൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യണു? അതിൻ്റെയൊക്കെ പ്രൊഡക്ഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. ഇതൊക്കെ ഡൈവേഴ്സിഫിക്കേഷൻ ക്രോപ്സിൽ വരുന്നതാണ്. ഓക്കെ. ദെൻ അതർ ആൾട്ടർനേറ്റീവ് ലൈവ്ലിഹുഡ് ഓപ്ഷൻസ് ഏതൊക്കെയാണ് വരുന്നത്? ability of the government to predict the areas of food insecurity, vulnerability using appropriate information, software to see. ഇതൊക്കെ എന്ത് ചെയ്യാണ്? ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഏരിയസിൽ എത്രത്തോളം നമുക്ക് എന്ത് ചെയ്യണം? ഏതൊക്കെ രീതിയിൽ അതിൽ മെഷർ ചെയ്യാൻ പറ്റും, അതിലെ ഓപ്ഷൻസ് ഒക്കെ ഏതാണ്, ലൈവ്ലിഹുഡ് ഓപ്ഷൻസ് ഒക്കെ ഏതാണെന്ന് കണ്ടെത്താൻ പറ്റും. അപ്പം ഇതിനൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. എങ്ങനെയാ? ഡിസെമിനേറ്റ് ദ ഇൻഫർമേഷൻ റിഗാർഡിങ് ദ എമർജിങ് ടെക്നോളജീസ്, ആപ്ലിക്കേഷൻ പ്രൈസ്. അപ്പം ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? എമർജിങ് ടെക്നോളജീസിനെ ഇതിനൊക്കെ ഡിസെമിനേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദ ഫാമേഴ്സ് ഓഫ് കേരള ആർ നൗ ഗെറ്റിംഗ് ഫെയർ പ്രൈസസ് ഫോർ ദ പ്രൊഡക്റ്റ് ത്രൂ ദ വിപണീസ്. കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ആണ് വിപണീസ് എന്ന് പറയുന്നത്. ലിസ്റ്റ് അതർ മെഷേഴ്സ് ഇനീഷ്യേറ്റഡ് ബൈ ദ ഗവൺമെൻറ് ആസ് എ പാർട്ട് ഓഫ് അഗ്രികൾച്ചർ മാർക്കറ്റ് സിസ്റ്റം അല്ലേ. ഗവൺമെൻറ് വിപണീസ് എന്ന് പറയുന്നുണ്ട്. അതേപോലെ അതർ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പേരാണ് കൊടുത്തത്. എന്താണ്? ഫസ്റ്റ് അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത് ഒന്നാണ്. ദെൻ റെഗുലേറ്റഡ് മാർക്കറ്റ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തത്. ദെൻ ഗ്രേഡിംഗ് ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ. ഇത്രയാണ് 3 അതർ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റം വരുന്നത് ഗവൺമെൻറ്റിൻ്റെ ചേർന്ന്. ഓക്കെ.
Then prepare an article regarding the importance of diversification into productive activities to reduce the risk from agriculture. അഗ്രികൾച്ചറിൽ ഉണ്ടാവുന്ന റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? Relocation of some of the farm productive resources such as land, capital, farm equipment to new activities. അല്ലേ, എന്തൊക്കെയാണ് റീലൊക്കേറ്റ് ചെയ്യുക? എന്താണ് ഫാം, അതേപോലെ ഫാം പ്രൊഡക്റ്റീവ് റിസോഴ്സസ്, ലാൻഡ്, ക്യാപിറ്റലൊക്കെ റീലൊക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ക്രോപ്സ് ആവാം, അല്ലെങ്കിൽ ലൈഫ് സ്റ്റോക്ക് പ്രൊഡക്റ്റ് ആവാം, വാല്യൂ ആക്ടിവിറ്റീസ് ആവാം, ഇതൊക്കെ ആവാം. ഓക്കെ, the factors decision of diversity are mainly include ഏതൊക്കെയാണ്? റെഡ്യൂസിങ് റിസ്ക്, അല്ലേ, റിസ്ക് റെഡ്യൂസ് ചെയ്യുക. ഈ അഗ്രികൾച്ചർ ഇതിനെ മാത്രം ആശ്രയിച്ചിരുന്നാൽ അവിടെ റിസ്ക് ഉണ്ട്, അപ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്യുന്നതാണ് എന്ത് ഈ ഡൈവേഴ്സിഫിക്കേഷനിൽ പോകുന്നത്. റെസ്പോണ്ടിങ് ടു ചേഞ്ചിങ് കൺസ്യൂമർ ഡിമാൻഡ്സ്. ഓക്കെ, കൺസ്യൂമർ ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നതിന് റെസ്പോണ്ട് ചെയ്യുക. അത് ചേഞ്ച് ഗവൺമെൻറ് പോളിസി ചേഞ്ച് ചെയ്യുന്ന റെസ്പോണ്ട് ചെയ്യുക. റെസ്പോണ്ട് ചെയ്ത് എക്സ്റ്റേണൽ ഷോക്കിനെ റെസ്പോണ്ട് ചെയ്യുക. ദെൻ ദ കോൺസിക്വൻസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ചിനെ റെസ്പോണ്ട് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എന്ത് ഇതിൽ വരുന്നത്. ഓക്കെ, ദെൻ അതിൻ്റെ ഡൈവേഴ്സിഫിക്കേഷന് വരുന്നുണ്ട് ട്രമൻഡസ് ഇമ്പാക്റ്റ് ഉണ്ട്. എന്തൊക്കെ ഇമ്പോർട്ടൻറ്റ്? സോഷ്യോ എക്കണോമിക് ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ദെൻ അപ്ലിഫ്റ്റിംഗ് ദ റിസോഴ്സസ് ഉണ്ട്. പുവർ ഫാമിംഗ് കമ്മ്യൂണിറ്റീസിനെ അപ്ലിഫ്റ്റ് ചെയ്യുക. എങ്ങനെയാണ്? ഈ സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റിലൂടെ. അതേപോലെ തന്നെ എങ്ങനെയാണ് അപ്ലിഫ്റ്റിംഗ് റിസോഴ്സസ് എന്ന് പറയുന്നത്? ഇറ്റ് ജനറേറ്റ് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഫോർ റൂറൽ യൂത്ത് ഇയർ, അല്ലേ, റൂറൽ യൂത്തിന് ഇൻകം ആൻഡ് എംപ്ലോയ്മെൻറ്റ് ഉണ്ടാക്കുക എന്നതും ഒരു വലിയ ഫാക്ടറാണ്. Diversification in agriculture is one means to increase the total production and productivity in terms of quality, quantity and monetary gains. അല്ലേ, ഈ ഡൈവേഴ്സിഫിക്കേഷൻ എങ്ങനെ വരുന്നുണ്ട്? ഈ അഗ്രികൾച്ചറിൽ ഒരു മീൻസ് ആണ്. എങ്ങനെ? ടു ഇൻക്രീസ് ദ ടോട്ടൽ പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഓക്കെ, ടോട്ടൽ പ്രൊഡക്ഷനെയും പ്രൊഡക്ടിവിറ്റീസിനെയും എന്താണ് ഇൻക്രീസ് ചെയ്യാനുള്ളതിൻ്റെ ഒരു ഫാക്ടറാണ്, അല്ലെങ്കിൽ ഈ ഡൈവേഴ്സിഫിക്കേഷൻ ഒരു ഫാക്ടറാണ് ഇത്. ഓക്കെ, ഇനി മനി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ക്രോപ്പ് ഡൈവേഴ്സിഫിക്കേഷൻ. എന്തൊക്കെയാണ്? ഇറിഗേറ്റഡ് ആൻഡ് നോൺ ഇറിഗേറ്റഡ് വാസ്റ്റ് ഏരിയാസ് ഇൻ റൂറൽ ഏരിയാസ്. ഓക്കെ, ക്രോപ്പ് ഡൈവേഴ്സിറ്റീസിൽ ഏതൊക്കെ ഉണ്ട്? റൂറൽ ഏരിയാസിൽ ഇറിഗേഷൻ്റെ ഏരിയാസ് ഉണ്ട്, നോൺ ഇറിഗേറ്റഡ് ഏരിയാസ് ഉണ്ട്. അതിനെ വെച്ചിട്ട് ഈ ഇറിഗേറ്റഡ് ഏരിയാസിൽ ക്രോപ്പ് ഏതൊക്കെ വിളകൾ പറ്റും, നോൺ ഇറിഗേറ്റഡ് ഏരിയാസിൽ സൂട്ടബിൾ ആയിട്ടുള്ള ക്രോപ്സ് ഏതാ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യാൻ പറ്റും. അപ്പം കൂടുതലുണ്ടായിരിക്കും റിസ്ക് എലമെൻറ്റ്സ് അവിടെ കുറയും, കൂടുതൽ ഓപ്പർച്യൂണിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ, ഡൈവേഴ്സിഫിക്കേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ചേഞ്ചിങ് കൺസ്യൂമർ ഡിമാൻഡ്, അല്ലേ, കൺസ്യൂമർ ഡിമാൻഡ്സ് ചേഞ്ച്. അപ്പം ഒരു പ്രൊഡക്റ്റ് തന്നെ ഈ പ്രൊഡ്യൂസ് ചെയ്യുമ്പം കൺസ്യൂമർ ഡിമാൻഡ്സ് എന്തായിരിക്കും? അവർക്ക് വെറൈറ്റി ഡിമാൻഡ്സ് ഉണ്ടാവും, അല്ലേ. അപ്പം വീറ്റാണ് അവർ പ്രിഫർ ചെയ്യുന്നെങ്കിൽ പിന്നെ ഒരു ടൈമിൽ അവരെന്തെങ്കിലും ബാർലി അല്ലെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും പ്രൊഡക്റ്റ് പ്രിഫർ ചെയ്യുന്നത്. ആ സമയത്ത് എന്ത് ചെയ്യും? ഈ കൺസ്യൂമർ ഡിമാൻഡിന് ചേഞ്ച് ചെയ്യുന്ന കൺസ്യൂമർ ഡിമാൻഡ്സിനെ മീറ്റ് ചെയ്യാനും കൂടി ഇതിന് പറ്റും. ഓക്കെ, ദെൻ ചേഞ്ച് ഇൻ ഡെമോഗ്രഫി, അല്ലേ. ചേഞ്ച് ഇൻ ഡെമോഗ്രഫീസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്ഥലത്ത് അവരുടെ ജോഗ്രഫി അല്ലെങ്കിൽ ഡെമോഗ്രഫി വെച്ചിട്ട് ഏതൊക്കെ കാർഷിക വിളകൾ കൃഷി ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ അവരുടെ ഒരു സീസൺ വരുന്ന സമയത്ത് ഇപ്പം കൂടുതൽ വെള്ളമുള്ള ഏരിയാസിൽ കൂടുതൽ വെള്ളം ഉപയോഗിക്കുന്ന ക്രോപ്സ് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ ഡെമോഗ്രഫീസിനെ നോക്കിയിട്ടും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. എക്സ്പോർട്ട് പൊട്ടൻഷ്യൽ, കൂടുതൽ വിളവ്, കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും, അതെന്ത് ചെയ്യണം? കൂടുതൽ എക്സ്പോർട്ടിങ്ങിലേക്ക് മാറും. ഓക്കെ, അതൊരു GDP ഇൻക്രീസിങ്ങിന് വരും. ദെൻ ആഡിങ് വാല്യൂ ആഡിങ് എന്ന് പറയുന്നത് എന്താ? വാല്യൂ അഡീഷൻ, അല്ലേ. അപ്പം എന്താണ്? ഇംഗ്ലീഷ് റെക്കോർഡ് റെഡി പ്രിപ്പയർഡ് മീൽസ് ആൻഡ് ലേബർ സേവിങ് പാക്കേജിങ് സച്ച് ആസ് പ്രീകൾച്ചർ. അപ്പം എന്താണ്? പെട്ടെന്ന് തന്നെ അതിന് കൂടുതൽ വാല്യൂ ആഡ് ചെയ്യുക. വാല്യൂ ആഡ് ചെയ്യുമ്പോൾ എന്താണ്? അതൊരു വലിയ രീതിയിൽ എന്തായിരുന്നു? ഓപ്പർച്യൂണിറ്റി ഫോർ ദ ഫാമേഴ്സ് ടു ഡൈവേഴ്സിഫൈ ടു വാല്യൂ അഡീഷൻ, പെർട്ടിക്കുലർലി ഇൻ ദ കൺട്രീസ് വെർ ദ സൂപ്പർ മാർക്കറ്റിലെ മേജർ റോൾ ഇൻ റിട്ടൈൻ. അപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് റെഡി മെയ്ഡ് സാധനങ്ങൾ എന്ത് കിട്ടുന്നു? സാലഡ് രൂപത്തിൽ അല്ലെ പാക്കേജ് രൂപത്തിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം അതിനൊക്കെ എന്താണ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈവേഴ്സിഫിക്കേഷൻ എന്ത് ചെയ്യുന്നു? ഹെൽപ്പ് ചെയ്യുന്നു. ചേഞ്ചിങ് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി, അല്ലേ. മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ചേഞ്ച് ചെയ്യുന്നതും എന്താണ്?
എന്താണ് ഈ ഡൈവേഴ്സിഫിക്കേഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഓപ്പർച്യൂണിറ്റിനെയും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പരിധിയിൽ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ. ദെൻ ന്യൂട്രീഷൻ ഇംപ്രൂവ്മെൻറ്റ് അല്ലേ, ന്യൂട്രീഷൻ ഇംപ്രൂവ് ചെയ്യുന്നതും ഒരു എന്താണ് ഈ ഡൈവേഴ്സിഫിക്കേഷനിലൂടെ അതിൻ്റെ നൗറിഷ്മെൻറ്റ് അല്ലേ, കൂടുതൽ ന്യൂട്രീഷൻ, പ്രോട്ടീൻസ്, വൈറ്റമിൻസ് ഉള്ള ഫുഡ് ക്രോപ്സ് എന്ത് ചെയ്യാൻ പറ്റും, തരാൻ പറ്റും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡെവലപ്മെൻറ്റ് ഓഫ് റൂറൽ ഏരിയാസ് ഈസ് എസെൻഷ്യൽ ഫോർ ദി ഇന്ത്യസ് ഓവറോൾ ഡെവലപ്മെൻറ്റ്. ഗിവ് എ സജഷൻ ഫോർ ഫർദർ ഡെവലപ്മെൻറ്റ് ഇൻ റൂറൽ ഏരിയാസ്. അപ്പം റൂറൽ ഏരിയാസിലെ ഓവറോൾ ഡെവലപ്മെൻറ്റ് എന്താണ്, വളരെ എസെൻഷ്യലാണ്. അപ്പം ഈ സജഷൻ ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ്, അപ്പം റൂറൽ ഡെവലപ്മെൻറ്റിന് കൂടുതൽ ഫർദർ സജഷൻ കൊടുക്കാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. എന്താണ് അതിൻ്റെ ആൻസർ? റൂറൽ ക്രെഡിറ്റ്. എന്താ റൂറൽ ക്രെഡിറ്റ് എന്ന് പറയുന്നത്? ലോൺസ് അല്ലെങ്കിൽ മൈക്രോ ഫിനാൻസ് സിസ്റ്റം എവിടെ ഉണ്ടാക്കുക, റൂറൽ ഏരിയാസിൽ ഉണ്ടാവുക. ദെൻ എന്താണ് അതിൻ്റെ ഒരു മെയിൻ ഇതെന്ന് പറയുന്നതാണ് നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെൻറ്റ്, നബാർഡ്സ് അല്ലേ. എന്താണ് അപ്പെക്സ് ബോഡി ടു റൂറൽ ഫിനാൻസിങ് സിസ്റ്റത്തിലെ അപ്പെക്സ് ബോഡിയാണ് ഏത്, ഈ നബാർഡ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ എന്താണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് അല്ലേ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് എന്താണ്, ഈ മൈക്രോ ഫിനാൻസ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സിസ്റ്റം റൂറൽ ഏരിയാസിലുള്ളത് ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഓക്കെ. മൈക്രോ ക്രെഡിറ്റ് പ്രോഗ്രാംസിനെ കൂടെ പറയുന്നുണ്ട്. എന്താണ് മാർച്ച് 2003 എന്താണ് മോർ ദാൻ 7 lakh STCF പോർട്ട്ഫോളിയോ ബീങ് ക്രെഡിറ്റഡ് ലിങ്ക്ഡ്. അപ്പോൾ മോർ ദാൻ എന്താണ് അത്രയും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സ് വരികയാണ്. ആ ഒരു ക്രെഡിറ്റ് പ്രൊവിഷൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്, മൈക്രോ ക്രെഡിറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അഗ്രികൾച്ചറി മാർക്കറ്റിംഗ് ഉണ്ട് അല്ലേ. മൈക്രോ ക്രെഡിറ്റിന് ശേഷം അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്, അസംബ്ലേജിങ്, സ്റ്റോറേജ്, പ്രോസസ്സിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, പാക്കേജിങ്, ഗ്രേഡിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡിഫറെൻറ്റ് അഗ്രികൾച്ചർ കമ്മോഡിറ്റീസ് അക്രോസ് കൺട്രി. ഇതാണ് അഗ്രികൾച്ചർ മാർക്കറ്റ് എന്ന് പറയുക. അസംബിൾ ചെയ്യുക, സ്റ്റോറേജ് ചെയ്യുക, പ്രോസസ്സ് ചെയ്യുക, ട്രാൻസ്പോർട്ട് ചെയ്യുക, പാക്കേജ് ചെയ്യുക, ഗ്രേഡ് ചെയ്യുക, ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക. ഇതിനൊക്കെയാണ് എന്ത് അഗ്രികൾച്ചർ പ്രൊഡക്റ്റിനെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. അതൊക്കെ റൂറൽ ഡെവലപ്മെൻറ്റിൻ്റെ വൺ ഓഫ് ദ മെയിൻ ഇതാണ്. പിന്നെന്താണ് കോർപ്പറേറ്റീവ് മാർക്കറ്റിംഗ് വരുന്നുണ്ട്. അഗ്രികൾച്ചർ മാർക്കറ്റിങ്ങിന് കുറച്ച് ഫാക്ടേഴ്സാണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണ്, റെഗുലേഷൻ ഓഫ് മാർക്കറ്റ്, ട്രാൻസ്പാരൻറ്റ് മാർക്കറ്റിംഗ് കണ്ടീഷൻസ് ഉണ്ടാക്കുക. പിന്നെ സെക്കൻഡ് കമ്പോണൻ്റ് എന്ന് പറയുന്നത് എന്താണ്, ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ടാകുക, റോഡ്, റെയിൽവേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ദെൻ കോർപ്പറേറ്റീവ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഫാമേഴ്സിന് ഫെയർ പ്രൈസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുള്ളതാണ്. ഓക്കെ. ദെൻ മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുക്കുക, MSPs കൊടുക്കുക. മെയിൻ്റെനൻസ് ഓഫ് ബഫർ സ്റ്റോക്സ് ഇല്ലേ, ഇത് PST പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെ എന്ത് കൊടുക്കുകയാണ്, ബഫർ സ്റ്റോക്സ്. അതെന്താ അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, കാര്യങ്ങളൊക്കെ ഈ അഗ്രികൾച്ചർ മാർക്കറ്റിങ്ങിൽ ഒരു പാർട്ടായി വരുന്നത്. ദെൻ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത് എന്താണ്, കോസ്റ്റിയർ ഔട്ട്പുട്ട്സിന് എങ്ങനെയാണ് ചീപ്പറായിട്ടുള്ള ഓർഗാനിക് എലമെൻസിനെ കൊണ്ട് എന്താണ് റീപ്ലേസ് ചെയ്യുന്നതാണ് ഓർഗാനിക് എന്ന് പറയുന്നത്. ഓർഗാനിക് ഫാമിംഗ് ആണ് അത്. ഓക്കെ. ക്രിസ്മസ് എക്സാം അങ്ങ് അടുത്തല്ലേ, എക്സാം എന്ന് കേട്ട് പാനിക് ആവണ്ട. ഇനിയുള്ള ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു എക്സ്പേർട്ട് മെന്ററിന്റെ സഹായത്തോടു കൂടി ഇമ്പോർട്ടന്റ് ടോപ്പിക്സ്, PYQ അനാലിസിസ്, സിസ്റ്റമാറ്റിക് റിവിഷൻ എന്നിവയടങ്ങിയ ഒരു കംപ്ലീറ്റ് ക്രാഷ് കോഴ്സ് പാക്കേജ് ഗ്യാൻ ഇന്ത്യ നിങ്ങൾക്കായി വെബ്സൈറ്റിലൂടെ ഫ്രീ ഓഫ് കോസ്റ്റ് നൽകുന്നു. താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ, ഞങ്ങളുടെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യൂ.